ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഉപരാഷ്ട്രപതി ധൻകർ രാജിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം രാജിവെച്ചപ്പോൾ വലിയ കോളിളക്കം കോൺഗ്രസിനകത്താണ് ഉണ്ടായത്. കാരണം കോൺഗ്രസ് BJP നോക്കി ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്, അദ്ദേഹത്തിന്റെ രാജി കാരണം അറിയാനുള്ള അവകാശം ഞങ്ങൾക്കും ജനങ്ങൾക്കും ഒക്കെ ഇല്ല എന്നൊക്കെ ഒരു വലിയ കവല പ്രസംഗമൊക്കെ അവർ നടത്തുന്നുണ്ട്. ഈവൻ കേരളത്തിലെ കോൺഗ്രസിന്റെ ആൾക്കാർ പോലും ഈ ധൻകറിനെ രാജിവെച്ചതിൽ 2-3 കാര്യങ്ങൾ കോൺസ്പിറസീസ് ഉണ്ട്. കാരണം ഒന്ന്, ധൻകറിന് വയ്യ എന്ന് പറയുന്നു. പക്ഷെ വയ്യ എന്ന് അദ്ദേഹം പറയുമ്പോഴും 6 മണി വരെ സഭ നിയന്ത്രിച്ച ആള് രാത്രി 9 മണിക്ക് രാജിവെക്കുക എന്ന് പറഞ്ഞാൽ അതെന്ത് ഒരു വയ്യായികയാണ് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നു. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 2027 വിരമിക്കുക എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു കോൺസ്പിറസി തിയറി. അപ്പൊ ഈ ഒരു വയ്യായികയല്ല പ്രശ്നം എന്ന് പറയുന്നു. പിന്നെയുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് നരേന്ദ്രമോദിക്കുള്ള ഒരു താക്കീതാണെന്ന് പറയുന്നു. കാരണം നമ്മുടെ മോഹൻ ഭാഗവത് ഈ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 75 വയസ്സാകുമ്പോൾ വിരമിക്കാനുള്ള ഒരു സെറ്റപ്പാണ് നമ്മളെല്ലാവരും നോക്കുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന് 74 വയസ്സായി. അപ്പൊ ഇപ്പൊ തന്നെ അദ്ദേഹം അത് കേട്ടിട്ട് അറ്റൻഷൻ അടിച്ച് ഓടിച്ചെന്ന് രാജിവെച്ചതാണ് എന്ന് പറയുന്നു. മോദിക്കുള്ള ഒരു താക്കീത്. കാരണം മോദി നാൾക്ക് നാൾ വീണ്ടും ശക്തനായി വരികയാണ്. 3ാമത്തെ ടേം അദ്ദേഹം കയറിയപ്പോൾ നമ്മൾ വിചാരിച്ചു മോദി അശക്തനായി എന്ന്. പക്ഷേ അതിനുശേഷം വന്ന എല്ലാ ഇലക്ഷനിലും വിജയിച്ച് ഓപ്പറേഷൻ സിന്ദൂറും നടത്തി വലിയ രീതിയിലുള്ള ശക്തി പ്രകടനമാണ് നരേന്ദ്രമോദി കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് കാട്ടുകയാണ്. അപ്പൊ അതൊക്കെ കൊണ്ടുള്ള ഒരു നാടകമായിരിക്കാം ഇതെന്ന് പറയുന്നു. പിന്നെ വേറൊരു കോൺസ്പിറസി ഇതിനകത്ത് വരുന്നത്, ഒരുപാട് കോൺസ്പിറസികളിൽ ഒന്ന്, ഈ സുപ്രീം കോടതിയെ വിമർശിച്ചത് കൊണ്ടാണെന്ന് പറയുന്നു. സുപ്രീം കോടതിയെ, അതായത് സുപ്രീം കോടതിയെ വിമർശിക്കുക എന്ന് പറഞ്ഞാല് അത് ഈ കോടതി എന്ന് പറയുമ്പോഴേ ചേട്ടാ നമുക്കറിയാലോ, ഈ കോടതി എന്ന് പറയുന്ന സാധനം ജനാധിപത്യപരമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒട്ടും ജനാധിപത്യത്തിലൂടെ പോകുന്ന ഒരു സംഭവമല്ല എന്നാണ് പല ആൾക്കാരും കോടതിയെ വിമർശിക്കുന്നത്. കാരണം ഈ കൊളീജിയം, ഈ ജഡ്ജിയുടെ മകൻ അടുത്ത ജഡ്ജി, ആ ജഡ്ജിയുടെ മകൻ അടുത്ത ജഡ്ജി, അങ്ങനെ പോകുന്ന ഒരു സെറ്റപ്പ്. പിന്നെ അനാവശ്യമായിട്ട് പാർലമെന്ററി കാര്യങ്ങളിൽ കയറി കോടതി ഇടപെടുക. അപ്പൊ അതൊക്കെ ധൻകർ ശക്തമായിട്ട് ചോദ്യം ചെയ്തിരുന്നു. കോടതി ചൂളിപ്പോയിരുന്നു ചില സമയങ്ങളിലൊക്കെ. ഇതിനു മുമ്പ് നമ്മുടെ നിയമമന്ത്രിയായിട്ടുള്ള കിരൺ റിജിജു അദ്ദേഹവും ഇതുപോലെ കോടതിയെ ചോദ്യം ചെയ്തു. പക്ഷെ അദ്ദേഹം പൊടുന്നനെ അദ്ദേഹത്തിന്റെ നിയമമന്ത്രി സ്ഥാനത്ത് നിന്നും മാറ്റപ്പെട്ടു. അദ്ദേഹം എന്താണ് കാരണമെന്ന് ആർക്കും അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു ദുരൂഹത ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള ഒരു ആരോപണവും ഇതിന്റെ പിറകിലുണ്ട്. ഈ കോടതിയെ പറഞ്ഞത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്കറിയാലോ, പിന്നെ അദ്ദേഹത്തിന്റെ രാജിക്കാര്യത്തിന്റെ പിറകിൽ ഇത് 4ാമത്തെ കോൺസ്പിറസി തിയറിയാണ്. ഇതാണ് ലാസ്റ്റ്. ഇത് ഭയങ്കര അദ്ദേഹം BJPയുമായി ഉടക്കി പിരിഞ്ഞതാണ് എന്ന് പറയുന്നു. കാരണം ഈ ധൻകർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അദ്ദേഹം മുഖം നോക്കാതെ കാര്യങ്ങൾ പറയുകയും നടപടിയെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ കോൺഗ്രസ് ഇപ്പോ സഭ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവന്മാരുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവന്മാര് ഒരു കാര്യമില്ലാതെ ബഹളം വെക്കും. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം സഭ അലങ്കോലമാക്കും. ഒരു കാര്യവും ചെയ്യാതെ ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടേയിരിക്കുകയാണ് അവന്മാര്. അവസാനം ധൻകർ ഈ ഇടയ്ക്ക് അദ്ദേഹം ദേഷ്യം വന്നിട്ട് അത് ഇറങ്ങിപ്പോയപ്പോ അവന്മാർക്ക് മനസ്സിലായി പണി പാളിയെന്ന്. അങ്ങനെ പോയി തിരിച്ച് കാലൊക്കെ പിടിച്ചുകൊണ്ട് വന്ന്, ക്ഷമിക്കണം, അങ്ങനെയാണ്, ഇനി ബഹളം വെക്കില്ല എന്നൊക്കെ പറഞ്ഞ് കാലൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് തിരിച്ചിരുത്തിയതാണ്. അപ്പൊ ഈ ഇടയ്ക്ക് 2-3 ദിവസങ്ങൾക്ക് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നു, ഇദ്ദേഹം ഇങ്ങനെ ഈ കോൺഗ്രസ്സുകാർ ബഹളം വെച്ചപ്പോ JP നഡ്ഡ അദ്ദേഹം എഴുന്നേറ്റ് ധൻകറിന്റെ മുഖത്ത് നോക്കി ആക്രോശിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഞാൻ പറയും, അതായത് സ്പീക്കറിന്റെ പണി ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. അത് ധൻകറിന് വലിയ രീതിയിലുള്ള അവമതിപ്പുണ്ടാക്കി എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. അപ്പോ അതിൽ അദ്ദേഹം അതൃപ്തനായി, അപമാനിതനായി രാജിവെച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് കറങ്ങി തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മളുടെ ഇന്ത്യൻ ജനസമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമില്ല. ഇത് ശരിക്കും പറഞ്ഞ ഗോസിപ്പ് എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഇത് ധനുഷ് അറിയാത്ത മറ്റൊരു തിയറി കൂടെ വന്നിട്ടുണ്ട് ഇപ്പൊ, പുതിയത് 5ാമത്തേത്. അതായത് ഈ ധൻകർ നമ്മുടെ വാൻസ് ഇവിടെ എത്തിയപ്പോ, നമ്മുടെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് എത്തിയപ്പോ പറഞ്ഞു, ഞാനും അദ്ദേഹവും ഒരേ പോസ്റ്റാണ്, അപ്പൊ എനിക്ക് അദ്ദേഹവുമായി കൂടിക്കാഴ്ചയും ചർച്ചയും നടത്തണമെന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ രാജ്യം പറഞ്ഞു അത് പറ്റില്ല, കാരണം അദ്ദേഹം ശരിയാണ്, താങ്കളുടെ പോസ്റ്റ് തന്നെയാണ് അമേരിക്കയിൽ അദ്ദേഹത്തിനും. പക്ഷെ അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് ശ്രീ ട്രംപിന്റെ ദൂതനായിട്ടാണ്, ട്രംപിന്റെ സന്ദേശവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ട്രംപിന്റെ സന്ദേശം കൈമാറുന്നത് നരേന്ദ്രമോദിക്കാണ്. അപ്പൊ അദ്ദേഹവുമായി മാത്രമാണ് ഒരു കൂടിക്കാഴ്ച ഉള്ളത്. അതിൻ്റെ ഇടയിലോട്ട് താങ്കൾ പോകണ്ട എന്ന് പറഞ്ഞു. അത് ഒരു കാര്യം. രണ്ടാമത്, ഇദ്ദേഹം വേറൊരു ഉത്തരവ് ഈ അവിടെ ഇറക്കാനൊരു ശ്രമം നടത്തിയിരുന്നു. അതായത് ഈ മന്ത്രിമാരുടെയും മറ്റുമൊക്കെ ഓഫീസില് രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ ഫോട്ടോ ഉണ്ട്. ആ കൂട്ടത്തിൽ തന്റെ ഫോട്ടോയും കൂടെ വെക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. മൂന്നാമത്തേത് അടുത്തത്, ഇതിനകത്ത് 5 ഉപതിയറികളാണ് ഇതൊക്കെ.
ആ ആ അടുത്തത്, ആ. അദ്ദേഹം ഈ BJP-യുടെ ക്യാബിനറ്റ് മന്ത്രിമാരോട് പോലും വളരെ പരുഷമായിട്ടാണ് പെരുമാറിയത്. അത് പിന്നെ ശരി. ഈ സുപ്രീം കോടതിയുടെ ആ വിഷയം വന്നപ്പോ നമ്മുടെ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് നോട്ട് പിടിച്ച സംഭവം വന്നിരുന്നു. അപ്പൊ ഈ അതെ. ധൻഖർ പറഞ്ഞു അയാളുടെ എന്താ പിടിക്കാഞ്ഞത്, മറ്റേ മറിച്ചെന്ന് വെച്ചു. അതിനുശേഷം ഈ ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റിന് ഒരു നീക്കം ധൻഖർ നേരിട്ട് നടത്തി. ഉം, അതില് ഉം, ഉം, ഏതാണ്ട് 69ഓളം പ്രതിപക്ഷ MP-മാർ ഒപ്പിട്ട ഇത് സ്വീകരിക്കുകയും ചെയ്തു. കാരണം സാധാരണ ഉം, ഈ ഉം. സ്പീക്കർ BJP-യുടെ പക്ഷത്തുള്ളതാണ്, അപ്പൊ അവരുടെ ഇതിൽ സ്വീകരിക്കുന്നതിന് പകരം ചെയ്തു. അതായത് പുള്ളി ഒരു സൂപ്പർമാൻ കളിക്കാൻ ഒരു ശ്രമം. നമുക്കറിയാം BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ അങ്ങനെ ഒരു പണിയില്ല, ഒരു ഉം. വൺ മാൻ ഷോ ഇല്ല. നമുക്കറിയാം മോദി പോലും ഒരു പരിധിക്ക് മുകളിൽ കയറുമ്പോൾ അതിനെ കടിഞ്ഞാണിടാൻ RSS കണക്കുള്ള സംഘടനകളുണ്ട്. അപ്പൊ അതെ അവിടെ അതെ. ഒരു ധൻഖർ, അതും ഈ ധൻഖർ യഥാർത്ഥത്തിൽ പരിവാറുകാരനല്ല. ഉം, 1980-കളില് ജനതാദൾ രാഷ്ട്രീയത്തിൽ കൂടെ വന്നത്. നമ്മുടെ ചന്ദ്രശേഖർ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത്, ചന്ദ്രശേഖർ എന്ന് നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായി, ഷോർട്ട് ടൈം ഉം. ആയിരുന്നു. അപ്പോ അദ്ദേഹം പ്രധാനമന്ത്രി ആയ സമയത്ത് അതിൽ മന്ത്രിയൊക്കെ ആയിരുന്ന വ്യക്തിയാണ്. നമ്മുടെ ഈ ശരിക്കും പറഞ്ഞ കഥ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ കഥ പോലെ തന്നെയാണ് ഇത്. അതിനുശേഷം ഇദ്ദേഹം കോൺഗ്രസിന്റെ ടിക്കറ്റിൽ മത്സരിക്കുകയും കോൺഗ്രസ്സുകാരനാകുകയും ചെയ്തിരുന്നു. അതിനുശേഷം 2006 കൂടിയാണ് ഈ ധൻഖർ BJP പാളയത്തിലേക്ക് എത്തുന്നത്. BJP സംബന്ധിച്ച് ധൻഖറിനെ അവർ കാണുന്നത് ഈ ജാട്ടുകളുടെ നേതാവായിട്ടാണ് അവർ കണ്ടിരുന്നത്. ജാട്ട് ഉം. എന്ന് പറയുന്ന സമുദായം, ജാട്ടിന് നിർണായകം. ഇന്നിപ്പോ ജാട്ടുകളുടെ ഒരു നിർണായക റോളിലേക്ക് ധൻഖറിന് അവർക്ക് ആവശ്യമില്ല. കാരണം ഇന്ന് ജാട്ടുകൾ, പണ്ടും ജാട്ടുകൾ ഒരു വലിയ വിഭാഗം BJP-യുടെ ഒപ്പമായിരുന്നു. ഈ ഉം. ജാട്ടിന്റെ വലിയ സംഭരണ സമരങ്ങളും ഒക്കെ നടന്ന സമയത്തും ഒക്കെയാണ് ഈ ധൻഖർ ഇവിടെ എത്തുന്നത്. ധൻഖറിന് അർഹിക്കാവുന്നതിനപ്പുറമുള്ള പരിഗണന BJP നൽകുകയും ചെയ്തു. ഏറ്റവും അവസാനം പശ്ചിമ ബംഗാൾ ഗവർണറാക്കിയിരുന്നു. അതിനുശേഷം ധൻഖറെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു. അതാണ് ധൻഖർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം അർഹിക്കുന്നതിനേക്കാൾ മുകളിലാണ് ഏറ്റവും അവസാനം BJP കൊടുത്ത ഉപരാഷ്ട്ര പദവി എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഉം. നമുക്കറിയാം BJP-യുടെ ഒരു തിയറി അല്ലെങ്കിൽ അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഈ RSS-ൽ നിന്ന് ബേസിലായിട്ട് വരുന്ന നേതാക്കൾക്കാണ് അതിനൊരു മുൻഗണന എപ്പോഴും കിട്ടുന്നത്. അതിന്റെ അവർക്കൊരു ഒരു പ്രയോറിറ്റി എപ്പോഴും കിട്ടും. അത് പ്രധാനമന്ത്രി പദത്തിലേക്കാണെങ്കിലും മറ്റു മന്ത്രിമാരുടെ പദത്തിലേക്കാണെങ്കിലും ഈവൻ രാഷ്ട്രപതിയുടെ പദവിയിലേക്കാണെങ്കിലും അവർക്ക് നേതാക്കന്മാർക്ക് കുറവൊന്നുമില്ല, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവിടെ അവർ നോക്കുമ്പോൾ ഒരു മാർക്ക് കൂടുതൽ എപ്പോഴും കൊടുക്കുന്നത് RSS-ന്റെ ഫ്ലേവറിൽ നിന്ന് വന്ന, അത് ABP-യിൽ നിന്ന് വന്നതാകാം, വിശ്വഹിന്ദു പരിഷത്തിൽ നിന്ന് വന്നതാകാം, ഇല്ലെന്നുണ്ടെങ്കിൽ RSS-ൽ നിന്ന് വന്നതാകാം. അങ്ങനെ ഒരു ഇതിൽ നിന്ന് വന്നവർക്ക് എപ്പോഴും അവർ മുൻതൂക്കം നൽകാറുണ്ട്. അങ്ങനെ വരുമ്പോഴും ആ ഗണത്തിലും ധൻഖർ ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നൽകി. നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസിൽ നിന്ന് വിട്ടു, ജനതാദളിൽ പോയി, അത് കഴിഞ്ഞ് BSP പോയി, അതിനുശേഷം BJP-യിലോട്ട് വന്നു. അദ്ദേഹത്തിന് ഉം. മാന്യമായ ഒരു സ്ഥാനം നൽകി കേരളത്തിന്റെ ഗവർണറാക്കി. ഇപ്പൊ അദ്ദേഹം ബീഹാറിന്റെ ഗവർണർ പദവിയിലേക്ക് പോകുന്നു. ഇനി അദ്ദേഹം അദ്ദേഹം നാളെ ഉപരാഷ്ട്രപതിയാവോ? അവിടെ ഇല്ല, ആകാൻ സാധ്യതകൾ വളരെ കുറവാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ സാധ്യത കുറവാണ്. അത് പറയാനൊരു കാരണം 2025-26 എന്ന് പറയുന്ന RSS-നെ സംബന്ധിച്ച് അവരുടെ 100ാം വയസ്സിലേക്ക് കടക്കുന്ന ആഘോഷങ്ങളാണ്. 2025 നവംബറിൽ തുടങ്ങി 2026 വരെ നിൽക്കുന്ന ഒരു 1 ഇയർ വലിയ പ്രോഗ്രാമും ഒക്കെ അവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ഉം. സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ അവരുടേതാണ് രാഷ്ട്രപതി. ഉം. കോർ RSS-കാരിയാണ് രാഷ്ട്രപതി. കോർ പ്രചാരകനാണ് ഈ പറയുന്ന പ്രധാനമന്ത്രി പ്രധാനമന്ത്രി. നരേന്ദ്രമോദി. അപ്പൊ ഉപരാഷ്ട്രപതി ആ ഒരു ഫ്ലേവറിൽ നിന്ന് ഒരാളായി കഴിഞ്ഞാൽ ഈവൻ നദ്ദ വന്നാൽ പോലും കുഴപ്പമില്ല അവർക്ക്. കാരണം അത് ശരി. ABVP-യുടെ വന്ന ആളാണ്, ABVP-യുടെ വന്ന ആളാണ്. ഞാൻ പറയുകയാണ്, അല്ല ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു ഇതിലേക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ അങ്ങനെ ഒരാളെ ഒരുപക്ഷെ അവർ പരിഗണിച്ചേക്കാം. RSS അങ്ങനെ കൂടി തീരുമാനം. കാരണം അവരുടെ തന്നെ ആൾക്കാരെ തലപ്പത്ത് വരട്ടെ എന്നവർ ചിന്തിച്ചാൽ അതിനെ തെറ്റ് പറയാനും കഴിയില്ല. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇവിടെ. പിന്നെ പല പേരുകൾ കേൾക്കുന്നുണ്ട്. ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാന്റെ പേര് കേൾക്കുന്നുണ്ട്. മറ്റൊന്ന് ശശി തരൂരിന്റെ പേരാണ് കേൾക്കുന്നത്. അതിൽ ശശി തരൂരിന് യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയും. കാരണം ശശി തരൂരിനെ സംബന്ധിച്ച് BJP-ക്ക് ശശി തരൂരിനെ കൊണ്ട് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അവിടെ ഒരു ഉപരാഷ്ട്രപതി ആക്കി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് ശശി തരൂരിന്റെ പൊളിറ്റിക്സ് തീരുകയാണ്. ഉപരാഷ്ട്രപതി ആയി കഴിഞ്ഞിട്ട് പിന്നെ ആരും പാർട്ടിയിലേക്ക് തെരഞ്ഞെടുപ്പ് പോകില്ലല്ലോ. മത്സരിക്കാൻ പറ്റില്ല. അതെ. തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയോ ഇല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് പോകുക, അങ്ങനത്തെ ഒരു അളിഞ്ഞ പണി ഇതുവരെ ആരും കാണിച്ചിട്ടില്ല. ഇതുവരെ ഇനി ചരിത്രം മാറുമോ എന്ന് എനിക്കറിയില്ല. ഇതുവരെ ആരും കാണിച്ചില്ല. അപ്പൊ അത് ചെയ്യില്ല. നിലവിൽ ശശി തരൂരിനെ കൊണ്ടാണ് വേണ്ടിയിട്ട് ഒരു സമിതി രൂപീകരിക്കുന്നു എന്ന് കേൾക്കുന്നു നമ്മുടെ രാജ്യത്ത്. അതായത് ഈ വിദേശ രാജ്യങ്ങളുമായി തന്നെ ഒരു ബന്ധം ദൃഢമാക്കാൻ വേണ്ടി, ഒരു സൗഹൃദ വേദി പോലെ ഒരു ബന്ധം ദൃഢമാക്കാനും നമ്മുടെ സന്ദേശങ്ങളൊക്കെ എല്ലായിടത്തും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സമിതി, സ്ഥിരം സമിതി. ഇപ്പൊ നമ്മളിപ്പം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വിവിധ രാജ്യങ്ങളിൽ പോയ ഒരു സമിതി, അതിന്റെ ഒരു പെർമനന്റ് വേർഷൻ ഉണ്ടാക്കാൻ പോകുന്ന അതിന്റെ തലവനായിട്ട് ശശി തരൂർ വരുമെന്ന് പറയുന്നു. അതായത് ശശി തരൂർ ആ പദവിയിലേക്ക് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ച് ഇപ്പോൾ ബീഹാർ ഇലക്ഷൻ നടക്കുമ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ കണക്ക് ഒരാളെയാണ് അവർക്ക് അവിടെ ആവശ്യം. ഈ ഇലക്ഷൻ കൂടി മുൻനിർത്തിക്കൊണ്ടാണ്
അവിടെ കൊണ്ടുവന്ന് ഈ ആരിഫ് മുഹമ്മദ് ഖാനെ വെച്ചിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളും മറ്റുമുള്ളതാണ്. അതിനിടയിൽ അദ്ദേഹത്തെ അവിടുന്ന് വലിച്ചുകൊണ്ട് വെക്കുമോ എന്നറിയില്ല. പിന്നെ BJP സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 1 ഡസൻ നേതാക്കൾ ഇപ്പോൾ ഉണ്ട് ഈ സ്ഥാനത്തേക്ക്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ജമ്മു കാശ്മീരിലെ പിന്നെ ലഫ്റ്റനന്റ് ഗവർണർ, ദില്ലിയിലെ ലഫ്റ്റനന്റ് ഗവർണർ സക്സേന, മറ്റേ ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ, അങ്ങനെ കിടിലം കുറെ സാധനങ്ങൾ അവിടെ നിൽപ്പുണ്ട്. ഇത് കണക്കുള്ള സഭയൊക്കെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉള്ള ഒരുപിടി നേതാക്കൾ അവർക്കുണ്ട്. ഇതിനിടയിൽ ആരോ പറഞ്ഞിട്ട് രാജ്നാഥ് സിംഗ് ആ പദവിയിലേക്ക് വരും എന്നുള്ളത്. ഒരുപക്ഷെ അറിയില്ല എന്താണെന്നുള്ളത്. ഇനി അങ്ങനെ വരുമോ? ഒരുപക്ഷെ ഉപരാഷ്ട്രപതി സ്ഥാനം അവർ ഒരുപക്ഷെ ഈ ബ്രാഹ്മൺ സമുദായത്തിന് കൊടുക്കാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ മുന്നോക്ക സമുദായത്തിന് കൊടുക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഇപ്പോൾ BJPയുടെ ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ കേന്ദ്രത്തിന്റെ ഒരു ഭരണം നോക്കിക്കഴിഞ്ഞാൽ, ഞാനിത് പറയുമ്പോൾ പലരും ചോദിക്കും ജാതീയപരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം രാഷ്ട്രീയം നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല, അതെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. കാരണം അതിന്റെ രാഷ്ട്രപതി മുതൽ താഴോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ OBCക്ക് ഇല്ലെങ്കിൽ അതിന് പിന്നോക്ക ഇതിനൊരു വലിയ പ്രാധാന്യം ഉള്ളത് കൊണ്ട് സ്വാഭാവികമാണ് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു ബാലൻസിങ് നടത്താറുണ്ട്. എല്ലാ സമുദായങ്ങൾക്കും ഒരു ഒരു പ്രാതിനിധ്യം കൊടുത്തു മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. അല്ലാതെ ഞങ്ങൾക്ക് മതമില്ല ജാതിയില്ല എന്നൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയും. BJP ഇക്കാലം അത്രയും അറിയപ്പെട്ടിരുന്ന സവർണ പാർട്ടി എന്നായിരുന്നു. ഇപ്പോഴവരുടെ ആ ലേബൽ മാറിക്കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്ത പേര് പിന്നോക്ക പാർട്ടി എന്നായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് ബാലൻസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് വെച്ചാൽ വലിയ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം ഈ പ്രത്യേകിച്ച് ബ്രാഹ്മൺസ് വോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ഏകദേശം ഒരു 10 ലക്ഷം പേരൊക്കെ കാണത്തുള്ളൂ ബ്രാഹ്മൺസിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല. ഉത്തരാഖണ്ഡിൽ 25% അവര്, UPയിൽ യാദവർക്കൊപ്പം 10% അവര്, ഹിമാചൽ പ്രദേശിൽ നിർണായക സ്വാധീനമാണ് അവർക്കുള്ളത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, എല്ലായിടത്തുമുണ്ട് ഈ ബ്രാഹ്മൺസ് വോട്ട് ശതമാനമാണ്. ഇവിടെ പക്ഷെ 10 ലക്ഷം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പം അതൊരു ഘടകമാണ്. അതുപോലെ തന്നെ മറ്റ് OBCക്ക് മുകളിലുള്ള വിഭാഗങ്ങളുണ്ട്, മുന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്ന ക്ഷത്രിയ തൊട്ടുള്ള വിഭാഗങ്ങളുണ്ട്, രജപുത്രനുള്ള വിഭാഗങ്ങളുണ്ട്. അതിന്റെ കണക്കൂടെ എടുക്കുമ്പോഴത്തേന് അവരൊരു ചെറിയ സംഖ്യയല്ല, പിന്നോക്ക വിഭാഗം തന്നെയാണ് രാജ്യത്ത് കൂടുതലെങ്കിൽ പോലും മറ്റവരെ കൂടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരു കടമയുണ്ട്. എന്തിന് ഇപ്പോൾ നമ്മൾ BJPയുടെ ഈ തലപ്പത്തിരിക്കുന്നവരെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ന്യൂനപക്ഷ പ്രാതിനിധ്യം അവർ കൃത്യമായി പാലിക്കുന്നുണ്ട്. ഇപ്പോ മുസ്ലിംസ് ആയിട്ടുള്ള അവർ ഗവർണർമാരുണ്ട്. മറ്റ് എന്തിന് UPയില് പിന്നെ നമ്മുടെ യോഗി ആദിത്യനാഥ് ഇത്തവണ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞപ്പോൾ അവർ ഇലക്ഷന് മത്സരിപ്പിച്ചിട്ടില്ല. പക്ഷെ അവരുടെ ഒരു MLCയെ അവര് മന്ത്രിയാക്കിയിട്ടുണ്ട്, ന്യൂനപക്ഷ കാര്യവകുപ്പ് മന്ത്രി മുമ്പ് ആക്കിയിട്ടുണ്ട്. അതായത് നേരിട്ടുള്ള MLA സീറ്റ് കൊടുത്ത് ജയിച്ചതല്ല, MLC ആയിരുന്നു അദ്ദേഹം. MLC ആയിട്ട് ഇങ്ങോട്ട് മാറ്റിയത്. അതുപോലെ അവർ കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ബാലൻസിങ് ചെയ്ത് പോകുക എന്നുള്ളത് ഒരു വലിയ സംഭവം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഹരിയാന ഹൗസിൽ വെച്ചിട്ട് ശ്രീ മോഹൻ ഭഗവത് അദ്ദേഹം 60ഓളം മുസ്ലിം മത നേതാക്കളുമായി ചർച്ച നടത്തി. കാരണം നമ്മൾ സഹോദരത്തിൽ പോകണം, തെറ്റിദ്ധാരണകളൊക്കെ നമ്മൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ചർച്ച നടന്നത്. അപ്പം എല്ലാവരും സമന്വയിപ്പിച്ച്, അതായത് നരേന്ദ്രമോദി പറയുന്നത് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നിച്ച് കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 3 ടൈമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗത്തിന് വലിയ പരിഗണന ഈ നരേന്ദ്രമോദി സർക്കാർ നൽകുന്നുണ്ട്. അൽഫോൺസ് കണ്ണന്താനമായാലും ജോർജ് കുര്യൻ ആയാലും ഒക്കെ തന്നെ വലിയ പരിഗണന നൽകുന്നുണ്ട്. അനിൽ ആന്റണിക്ക് കൊടുത്ത പദവി എന്ന് പറഞ്ഞാൽ ദേശീയ സെക്രട്ടറി പദവിയാണ്. അതായത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരുന്ന ഒരാൾക്ക് കൊടുക്കുന്ന പദവി അതാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുന്നു. കേരളത്തിൽ പോലും അവർ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു പ്രാതിനിധ്യം അവർ കൊടുക്കുന്നു. ഇപ്പൊ ഷോൺ ആയാലും അനൂപ് ആന്റണി ആയാലും ഒക്കെ തന്നെ ഒരു ലീഡിങ് റോളിലേക്ക് പോകുന്നു. അവരുടെ എനിക്ക് തോന്നുന്നു അവരുടെ ചില ജില്ലാ പ്രസിഡന്റുമാരും ഒക്കെ ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നുന്നു. അപ്പൊ എല്ലാവരും സമന്വയിപ്പിച്ച് കൊണ്ടുപോകേണ്ടത് ഒരു അനിവാര്യ ഘടകമാണ്. അവിടത്തേക്ക് വരുമ്പോഴേക്കും സ്വാഭാവികമായി അതിനൊരു ചാൻസ് കാണുന്നുണ്ട്. അതായത് ഒരു മുന്നോക്ക വിഭാഗത്തിൽ നിന്ന് വരുന്നു. അത് വരുമ്പോഴാണ് ഈ രാജ്നാഥ് സിംഗിന്റെ പേര് ഉയർന്നു കേൾക്കുന്നത്. അങ്ങനെ കുറെ പേരുടെ പേരുകൾ. രാജ്നാഥ് സിംഗ് ആ റോളിലേക്ക് പോകുമോ എന്നറിയില്ല. കാരണം ഇപ്പോൾ അദ്ദേഹത്തിനുള്ള വലിയൊരു പദവിയാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി എന്നുള്ളത്, ചെറിയ പദവിയല്ല. അപ്പൊ അത് കളഞ്ഞിട്ടൊരു രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്നറിയില്ല. പിന്നെ BJP ആണ്, എന്തും സംഭവിക്കാം. ഇതാണ് നമ്മൾ ധൻഖറിനെ കുറിച്ച്. ധൻഖർ എന്ന് പറഞ്ഞ BJPയുടെ വീട്ടിലെ കാര്യമാണ്. അത് ഈ രാജ്യത്തെ പൊതുജനങ്ങളെ ബാധിക്കുന്നതോ ഇല്ലെങ്കിൽ ഒരു കോൺസ്പിറൻസിയുടെയോ ഒന്നും യാതൊരു കാര്യവും അതിനില്ല. അവർ തീരുമാനിക്കും ആര് സ്പീക്കർ വേണം. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് കേൾക്കുന്നത് പ്രതിപക്ഷം എല്ലാം കൂടി സ്പീക്കർ സ്ഥാനാർത്ഥിയെ, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പ്രതിപക്ഷം ഒരു സ്ഥാനാർത്ഥി, ഇപ്പം തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് പറയുന്നു, ഞങ്ങളൊക്കെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് പറയുന്നു. അപ്പൊ സ്വാഭാവികമായും ഒരു ബലപരീക്ഷണത്തിന്റെ വേദിയായിട്ട് ലോക്സഭയും രാജ്യസഭയും മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോ എവിടുന്ന് വേണമെങ്കിലും ആകാമല്ലോ സ്ഥാനാർത്ഥി. അപ്പൊ ഇതിന് സദാനന്ദൻ മാസ്റ്ററുടെ പേരും പറയുന്നുണ്ട് ചിലരൊക്കെ, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പൊ പേരുകൾക്ക് പഞ്ഞൊന്നുമില്ല. അതായത് തെരഞ്ഞെടുക്കപ്പെടുന്നത് വരെ നമുക്ക് ഇതുപോലെയുള്ള സ്പെക്കുലേഷൻ ന്യൂസുകൾക്ക് ഒരു പഞ്ഞവുമില്ല. ഇന്ന് നമ്മൾ രാവിലെ നമ്മൾ പറയും പിന്നെ ഇവര് ജയിക്കും. ഇവർ നമ്മൾ ഇലക്ഷൻ എടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ, തിരുവനന്തപുരത്ത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും. ഇച്ചിരി കഴിയുമ്പോൾ ആ ചാനലിൽ തന്നെ ഉച്ചയ്ക്ക് ആലപ്പുഴയിലായിരിക്കും ശോഭാ സുരേന്ദ്രൻ, വൈകുന്നേരം പാലക്കാടായിരിക്കും.
അങ്ങനെയാണ് ഒരു ദിവസം തന്നെ 3 തവണ മണ്ഡലം മാറും. അങ്ങനെയാണ് നമ്മുടെ സ്പെക്കുലേഷൻ ആണ്. നമുക്കൊരു എന്താണ് ഒരു പ്രവചനം മാത്രമാണ്, നടക്കാം നടക്കാതെ എന്ന് പറഞ്ഞ കണക്ക് ആരുടെ പേര് വേണമെങ്കിൽ നമുക്ക് ഉപരാഷ്ട്ര സ്ഥാനത്തേക്ക് നമുക്കൊക്കെ പറയാം. ഇത് നമുക്ക് ധനുഷിന് ഇഷ്ടമുണ്ടെങ്കിൽ പറയാം, പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളവരുടെ പേര് പറയാം, ഒരു പഞ്ഞവുമില്ല. തെരഞ്ഞെടുക്കപ്പെടുന്നത് വരെ, ഉപരാഷ്ട്രപതിയുടെ തെരഞ്ഞെടുക്കപ്പെടുന്നത് വരെ നമുക്ക് ആരുടെ പേരും പറയാം. തെരഞ്ഞെടുക്കപ്പെട്ട പിന്നെ ഒരാളല്ലേ കാണത്തുള്ളൂ. അത് BJP തീരുമാനിക്കും ആര് വേണമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. ജനതാദൾ യുവിന് കൊടുക്കുമോ? അതിനെന്തിനു വലിയ തമാശയായിട്ട് തോന്നി. ഈ മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാകാത്തത്. നിതീഷ് കുമാറിനെ ഉപരാഷ്ട്രപതിയാക്കുമെന്ന് പറയുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സാമാന്യ മര്യാദയ്ക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ആക്കാൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്നെങ്കിലും മനസ്സിലാക്കണ്ടേ? അതൊരു അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ കാര്യമാണ്. അദ്ദേഹത്തിന് ഓർമ്മയില്ല, അനാരോഗ്യം വലുതാണ്. വേദിയിൽ വെച്ച് പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേര് അദ്ദേഹം മറന്നു പോകുന്നു. പറയേണ്ട കാര്യങ്ങളില്ല. 2 മാസമായി അദ്ദേഹം പബ്ലിക്കിനെ ഫേസ് ചെയ്തിട്ട്. ഇതാണ് ബീഹാറിൽ പോലും അദ്ദേഹത്തിന് വയ്യ, അത്രത്തോളം അദ്ദേഹത്തിന് അനാരോഗ്യമാണ്. ഓർമ്മക്കുറവ് വല്ലാതെ അലട്ടുന്ന ഒരു വ്യക്തിയെ പിടിച്ചിട്ട് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആക്കുമെന്നൊക്കെ എഴുതി പിടിപ്പിക്കുന്നവരുടെ തലച്ചോറ് ഞാൻ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഇതെല്ലാം ഇവർക്ക് അറിയാവുന്നതല്ലേ. ഈ മാധ്യമങ്ങൾക്കെല്ലാം ഇതറിയാം. പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങൾക്കെല്ലാം ഈ വിവരങ്ങൾ അറിയാം. ഏതൊക്കെ നേതാക്കൾക്ക് ഏതൊക്കെ അസുഖങ്ങളുണ്ടെന്നറിയാം, ഏതൊക്കെ നേതാക്കളുടെ അവസ്ഥ എന്താണെന്നറിയാം, ആർക്കൊക്കെയാണ് മാരക രോഗങ്ങളുള്ളതെന്നറിയാം, വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനുള്ള നേതാക്കന്മാർ ആരൊക്കെയാണെന്നറിയാം. എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്തിനാണ് ഈ നിതീഷ് കുമാറിന്റെ പേരൊക്കെ വിളിച്ചിട്ട് വലിച്ചഴച്ച് വെറുതെ ഒരു വാർത്ത ചമയ്ക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതുപോലെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് വരെ നമുക്ക് വാർത്ത ചെയ്യാനുള്ള അവകാശമുണ്ട്, നമുക്ക് ചെയ്യുകയും ചെയ്യാം. ആരുടെ പേര് വേണമെങ്കിലും പറയാം, നമ്മുടെ പേരും വേണമെങ്കിൽ പറയാം. കാരണം തെരഞ്ഞെടുക്കപ്പെടുന്നത് വരെ അത് പറ്റൂ, അത് കഴിഞ്ഞാൽ പറ്റില്ല. ഇനി നരേന്ദ്രമോദിയുടെ ഒരു കാര്യത്തിലേക്ക് വന്നാൽ, ഇന്ന് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ നരേന്ദ്രമോദി ഒരു വലിയ റെക്കോർഡ് ഇട്ടിരിക്കുന്നു, ഒരു വലിയ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കുന്നു അദ്ദേഹം. ഇതുവരെ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ കാലം നമ്മുടെ രാജ്യം ഭരിച്ച പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 6126 ദിവസം അദ്ദേഹം ഭരിച്ചു. തൊട്ടുപിന്നിൽ നിന്നത് ശ്രീമതി ഗാന്ധി ആയിരുന്നു, ഇന്ദിരാഗാന്ധി ആയിരുന്നു. അവര് 4077 ദിവസം ഈ ഇന്ത്യ മഹാരാജ്യം തുടർച്ചയായി ഭരിച്ചു. ഇപ്പോൾ നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ട് 4078 ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹം 4078 ദിവസം പൂർത്തിയാക്കിയത്. അതൊരു വലിയ റെക്കോർഡാണ്. ഇനി അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു 5.5 വർഷം കൂടെ അധികാരത്തിൽ തുടരാമെങ്കിൽ നെഹ്റുവിന്റെ റെക്കോർഡും ബ്രേക്ക് ആകും. ഇതിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം, 2029 മോദി തന്നെ BJP നയിക്കും. ഒരു തവണ കൂടി മോദി പ്രധാനമന്ത്രിയാകും എന്ന് തന്നെയാണ്. കാരണം ഒരു 2.5 വർഷം കൂടി, ഇപ്പൊ ഇനി 3.5 വർഷം കൂടെ കഴിഞ്ഞാൽ ഈ ടൈം തീരും. ഇപ്പൊ 2025 അല്ലേ, ഇനി ഒരു 3.5 വർഷം കൂടെ കഴിഞ്ഞ് ഈ ടൈം തീരും. പിന്നെ ഒരു 2 വർഷം കൂടെ ഭരിച്ച, അതായത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് 2030 ആകുമ്പോഴത്തേക്ക് അദ്ദേഹം സ്ഥാനം മാറും. അപ്പോഴേക്കും യോഗിയാണോ ആരാണോ പിൻഗാമി അവിടെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി കയ്യിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടേ മാറുമെന്ന്. ഇത് എനിക്ക് തോന്നുന്നു ഈ കണക്കൂടെ നോക്കുമ്പോൾ ഒരുപക്ഷെ അത് ശരിയാകാൻ സാധ്യതയുണ്ട്. കാരണം ഈ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് വെച്ചിട്ട് ഈ റെക്കോർഡ് തകർക്കാൻ അവർ ശ്രമിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. കാരണം ഒരു 3.5 വർഷം കൂടെ കഴിഞ്ഞാൽ പിന്നെ 2 വർഷം കാത്തിരുന്ന നെഹ്റുവിന്റെ ആ റെക്കോർഡ് മറികടക്കുക എന്നുള്ളതല്ല, ഇന്ത്യൻ ചരിത്രം മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ദീർഘകാലം ആയിരുന്ന പ്രധാനമന്ത്രി എല്ലാം ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലേ ആകുമ്പോൾ അതിനപ്പുറത്തേക്ക് ഒരാൾ കടന്നു വരുന്നു, അത് കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. കാരണം ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനായിട്ട് BJPക്കാർക്ക് വലിയ ഉത്സാഹമുള്ളവരാണ്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തില്, അന്ന് അതിനു മുമ്പ് ഗുജറാത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് കോൺഗ്രസ് ആയിരുന്നു. 148 സീറ്റ് നേടി. അപ്പൊ അവരന്ന് തിരഞ്ഞെടുപ്പിന് മുദ്രാവാക്യം തന്നെ അതായിരുന്നു, ബ്രേക്ക് ചെയ്യണം ഈ റെക്കോർഡ്. അതായിരുന്നു അവർ കൊടുക്കുന്ന മുദ്രാവാക്യം. അല്ലാതെ അവിടെ വികസനമോ മറ്റൊന്നുമല്ല അവർ ചർച്ചയാക്കിയത്. നമുക്ക് ഈ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണം, നമുക്കിത് ബ്രേക്ക്. അവിടെ ആലോചിക്കണം, നരേന്ദ്രമോദി അല്ല മുഖ്യമന്ത്രിയോട് മത്സരിക്കുന്നത്, എന്നിട്ട് പോലും അവർ ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. 154 സീറ്റ് നേടിയവര്. ഇനി ആ 154 ബ്രേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്പം പ്രയാസകരമാണ്. ഇനി കോൺഗ്രസ് ശ്രമിച്ച് 155 ആക്കിയാൽ അത് ബ്രേക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പൊ അതിനകത്തൊക്കെ അവർ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് എന്നുള്ളതാണ് അതിനകത്ത് ഒരു കാര്യം. ഇനി മറ്റൊന്ന്, മോദിക്ക് കുറെ റെക്കോർഡുകളുണ്ട്. ഒന്ന്, തുടർച്ചയായി ഇന്ത്യ ഭരിക്കുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി. അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രി പദത്തിലും പ്രധാനമന്ത്രി പദത്തിലും ഇരിക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവായാലും തുടർച്ചയായി 6 തവണ ജയിക്കുന്ന ഒരേ ഒരു നേതാവ് നരേന്ദ്രമോദിയാണ്. 2002 തൊട്ട് 2012 വരെ മുഖ്യമന്ത്രിയായിട്ട് തുടർച്ച, 2014 തൊട്ട് 2024 വരെ തുടർച്ചയായി പ്രധാനമന്ത്രി. അങ്ങനെ ഒരു റെക്കോർഡ് ഇന്ത്യയിൽ ആർക്കും ഇല്ല. അത് മാത്രമല്ല, 1947 ശേഷം 1947 ശേഷം ജനിച്ച പ്രധാനമന്ത്രി കൂടിയാണ് നരേന്ദ്രമോദി. ബാക്കിയുള്ളവരൊക്കെ 47 മുമ്പ് ജനിച്ചവരാണ്. അതൊന്ന്. പിന്നെ ഹിന്ദി മെയിൻ ഭാഷ അല്ലാത്തൊരു സംസ്ഥാനത്ത് നിന്ന് വന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ഗുജറാത്തി ആ ഒരു ലോകത്തു നിന്ന് പ്രധാനമന്ത്രിയാണ്. കുറെ റെക്കോർഡ്സ് ഉണ്ട് അദ്ദേഹത്തിന്റെ. ഏറ്റവും കൂടുതൽ സിവിലിയൻ ബഹുമതികൾ ലഭിച്ച മറ്റു രാജ്യങ്ങളുടെ 27 എണ്ണം.
27 കിട്ടിയത്. ഏറ്റവും കൂടുതൽ ലോകരാജ്യങ്ങളിൽ പോയതും ബന്ധം സ്ഥാപിച്ചതും. പിന്നെ ഇപ്പൊ ഈ അടുത്ത് അതെ UK നമ്മൾ ഒപ്പുവെച്ച കരാർ എന്ന് പറയുന്നത് 30 വർഷത്തിന് ശേഷമാണ്. 30 വർഷം കൊണ്ട് നമ്മളിങ്ങനെ തട്ടിമുട്ടിയും പോയിക്കൊണ്ടിരുന്ന ഒരു വലിയ കരാറിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാനെ കയറി അടിച്ചു, ഒന്നല്ല പലവട്ടം പത്തിക്ക് കയറി അകത്ത് കയറി അടിച്ചൊരു അതായത് ഒരു ആണവരാജ്യമായ പാകിസ്ഥാനെ അകത്ത് കയറി ആക്രമിച്ച അവരുടെ ആണവ നിലയത്തിന്റെ കവാടം തന്നെ തകർത്ത ഒരു പ്രധാനമന്ത്രി. അപ്പൊ എല്ലാ തരത്തിലും ഒരുപാട്, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇനി ഇപ്പോൾ നരേന്ദ്രമോദിക്ക് ശേഷം ആര് വന്നാലും, ഇനി കോൺഗ്രസ് വന്നാലും കമ്മ്യൂണിസ്റ്റ് വന്നാലും ജനതാദൾ വന്നാലും BJP വന്നാലും ഒക്കെ മോദിക്ക് മുകളിൽ കയറുക എന്നുള്ളത് വലിയ റിസ്ക് തന്നെ ആയിരിക്കും. കാരണം നമ്മൾ വിലയിരുത്തുന്ന ആരെ വെച്ചിട്ടായിരിക്കും? ഇത്രയും നാൾ കോൺഗ്രസ്സുകാര് ഈ ഇന്ത്യയിൽ വരുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിമാരെ അളന്നിരുന്നത്, അവര് അതിനെ താരതമ്യം ചെയ്തിരുന്നത്. ഞങ്ങളുടെ ഇന്ദിരെ കണ്ടില്ലേ, ഞങ്ങളുടെ അതെ നെഹ്റുവിനെ അതെ കണ്ടില്ലേ, ഞങ്ങളുടെ പിന്നെ രാജീവ് ഗാന്ധി കണ്ടില്ലേ എന്ന് ചോദിച്ചു കൊണ്ടിരുന്നിടത്ത് നിന്ന് ഇനി ഈ രാജ്യം ചോദിക്കാൻ പോകുന്നു മോദി ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ എന്ന് പറയുമ്പോൾ ആ പ്രധാനമന്ത്രി എന്തുമാത്രം റിസ്ക് എടുക്കേണ്ടി വരും, അതെ 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 അല്ലേ? ഇത് പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ലളിതമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, നമ്മൾ ചില സിനിമകളൊക്കെ റീമേക്ക് ചെയ്യാറുണ്ട് വർഷങ്ങൾക്ക് ശേഷം. അതായത് പണ്ട് ചിലപ്പോ മോഹൻലാലോ ഇല്ലെങ്കിൽ നസീറോ ഒക്കെ അഭിനയിച്ച് വലിയ ഹിറ്റായ സിനിമകൾ പിന്നീട് നമ്മൾ പുതിയ നടീനടന്മാർ അഭിനയിച്ചെടുക്കുമ്പോൾ ആ നടീനടന്മാർ അഭിനയിക്കുന്ന ഒരു വലിയ പെയിൻ ഉണ്ട്. കാരണം അവര് ഹിറ്റാക്കിയ ഒരു സിനിമയാണ് രണ്ടാമത് റീമേക്ക് ചെയ്യുകയാണ്. അപ്പൊ അത് എങ്ങനെ അതെ ഹിറ്റാക്കും എന്നുള്ളത്. ഇവിടെ ഇനി മോദിക്ക് പിൻഗാമിയായിട്ടൊരു വരുന്ന ഒരാൾ ഒരു പടിക്കെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പൊടിക്കെങ്കിലും മോദിയുടെ മുകളിൽ നിന്നെങ്കിൽ മാത്രമേ അയാൾ ഹിറ്റാകൂ. കാരണം കറക്റ്റ് ഇതേപോലൊരു കാലിബർ ഉണ്ടാകണം, ഇതേപോലൊരു പവർ ഉണ്ടാകണം. അവിടെയാണ് ഇതിന്റെ ഒരു വലിയ ഫാക്ടറി. ഇനിയിപ്പം കോൺഗ്രസ് വന്നാലും അങ്ങനെ തന്നെയാണ്, ആര് വന്നാലും ആണാണ് അങ്ങനെ തന്നെയാണ്. അതിന്റെ ഒരു ഇമേജ് അതിൽ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഏതായാലും മോദി തുടരുമെന്ന് തന്നെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് എല്ലാവരും പറ്റും. കരുതിയത് 240 സീറ്റുമായി BJP വരുമ്പോൾ സഖ്യകക്ഷികളുടെ സഹായത്തോട് മുക്കി ഞെരങ്ങയൊക്കെയായിരിക്കും ഭരിക്കുന്നതെന്ന്. ഇതാ ഇവിടെ പ്രബലനാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. കാരണം ധൻഖറിന്റെ വിഷയമൊക്കെ BJP, എനിക്കതിൽ ഏറ്റവും കൗതുകമായി തോന്നിയത് ഈ ധൻഖർ പോയിട്ട് ഒരൊറ്റ BJPയുടെ നേതാവ് പോലും ധൻഖറിനെ വിളിച്ചില്ല അനുനയിപ്പിക്കാൻ പോലും. അതായത് പോകുന്നവൻ പൊക്കോട്ടെ എന്നുള്ള രീതിയിലേക്ക്. ഞാൻ അറിഞ്ഞത് ധൻഖർ മാറിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യാൻ മോദി തയ്യാറായിരുന്നു എന്നൊരു വാർത്തയും കേൾക്കുന്നു. ഏതായാലും ധൻഖർ അതെന്തിനാ ചുപ്ചാപ്പായിട്ട് ഇരിക്കും. ധൻകർ എന്താ ചെയ്തേ? കാരണം ധൻഖർ ചെയ്ത കാര്യങ്ങൾ ഇതാണ് ഇപ്പോൾ നമുക്ക് പുറത്ത് കേൾക്കുന്നത്. അതായത് ഈ തന്റെ ഒരു അധികാരം അപ്രമാദിത്യം, ഉപരാഷ്ട്രപതി എന്നുള്ള ഒരു പവർ കാണിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. ഇത് തന്നെ മുമ്പും കാണിച്ചിരുന്ന ഒരാളുണ്ട്, ഹമീദ് അൻസാരി, നമ്മുടെ ഒരു ഉപരാഷ്ട്രപതിയായിരുന്നു. അദ്ദേഹം ഇതിനൊക്കെ താഴെ ഇരുന്നിട്ട് മുകളിലോട്ട് കയറിയിട്ടൊരു അഭ്യാസം കാണിച്ചിരുന്നു. അപ്പം അത് കാണിക്കാൻ ശ്രമിച്ചു കഴിയുമ്പോഴാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോൾ ഞാനുമായിട്ട് ചർച്ച നടത്തിയേ പറ്റൂ, എന്റെ ചിത്രം വെക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇത് ദേശീയ മാധ്യമങ്ങളടക്കം വലിയ വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അപ്പം ധൻഖറിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണെങ്കിൽ ധൻഖർ അതും അതിന്റെ അപ്പുറത്തേതും പറയും. ഏതായാലും ധൻഖർ ആയതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങൾ മിണ്ടാതിരിക്കില്ല, തൽക്കാലം ഒന്ന് ഒതുങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ധൻഖർ ഒരു സംസാരപ്രിയനുമാണ്, ഇങ്ങനെയൊക്കെയുള്ള ഗുണ്ടുകൾ പൊട്ടിക്കുന്ന വിദഗ്ധനുമാണ്, അദ്ദേഹം അത് പറയും. പിന്നെ അനാരോഗ്യം ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം അദ്ദേഹം വെസ്റ്റ് ബംഗാളിലായിരുന്ന സമയത്തും കുറച്ചുനാൾ ആശുപത്രി ചികിത്സയിലായിരുന്നു. അതിനുശേഷം ഹിമാചൽ പ്രദേശിൽ അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എയിംസിൽ വരുന്നത്. എയിംസിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് നിർബന്ധിതമായിട്ട് തന്നെ അദ്ദേഹം തന്നെ ഡിസ്ചാർജ് ചോദിച്ചു വാങ്ങിച്ചു പോകുമായിരുന്നാണ് അറിയുന്നത്. ഡോക്ടർമാര് വേണ്ടാന്ന് പറഞ്ഞിട്ടും അദ്ദേഹം ചോദിച്ചു വാങ്ങിച്ചു പോയെന്നാണ് അറിയുന്നത്. പിന്നെ ഇപ്പൊ അദ്ദേഹത്തിന് കുടുംബം ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്, ഇനിയും വേണ്ട രാഷ്ട്രീയം, വിട്ടേക്കൂ, റെസ്റ്റ് എടുക്കാൻ സമയമായി എന്നുള്ളത്. ഏതായാലും ധൻഖർ പറയുന്നത് വരെ ഗോസിപ്പ് അടിക്കാം. പക്ഷെ ധൻഖർ പറഞ്ഞാലും ഇല്ലെങ്കിലും ഇത് ഒരു എന്താണ്, ആ ഒരു രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിക്കകത്ത് ഇനി അഭിപ്രായ ഭിന്നതയുടെ പേരിലാണ് അദ്ദേഹം രാജിവെച്ചെങ്കിൽ പോലും അതിനകത്ത് എന്താണ് ചർച്ച ചെയ്യാന്നുള്ളത് അറിയില്ല. അത് BJP ആണ് തീരുമാനിച്ചത് അദ്ദേഹം ആകണമെന്ന്. BJPക്ക് വേണ്ടെങ്കിൽ അദ്ദേഹം പുറത്തു പോകും, അടുത്തത് അവരാരാണോ വെക്കുന്നത് അവർ വരും. അത് നോർമൽ ആയിട്ടൊരു കാര്യമാണ്. പിന്നെ അതായത് വിഷയങ്ങളില്ല, പ്രതിപക്ഷത്തിന് പാർലമെന്റിൽ ഉന്നയിക്കാനുള്ള വിഷയങ്ങളില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂർ ആണ് അവർ ഇപ്രാവശ്യം പാർലമെന്റ് കലക്കാനായി കരുതി വെച്ചിരുന്ന ആയുധം. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് പാർലമെന്റ് ചെന്ന് കഴിഞ്ഞാൽ മോദി അപ്പന്റെ അപ്പൂപ്പന്റെ അമ്മമ്മയുടെ ഉൾപ്പെടെയുള്ള കഥകൾ ഇങ്ങോട്ട് പുറത്തെടുത്തിട്ടിടും. അതോടുകൂടി പിന്നെയും കോൺഗ്രസ് ചീഞ്ഞളയും. എല്ലായ്പ്പോഴത്തെയും പോലെ കോൺഗ്രസ് മാത്രം സഭയിൽ നിൽക്കേണ്ടതായി വരും, ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങി ഓടും. കാരണം അവരുടെ ശീലം അങ്ങനെയാണ്, ബോയ്ക്കോട്ട് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. അവസാനം കോൺഗ്രസ് പെടും, കാരണം അവരാണല്ലോ ഇതിന് പ്രമേയത്തിന് അനുമതി ചോദിക്കുന്നത്. ഏതായാലും 16 മണിക്കൂർ അദ്ദേഹം സിന്ദൂറിനെ കുറിച്ച് സംസാരിക്കാമെന്നാണ് ഇപ്പൊ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ മറുപടി നൽകുമെന്നാണ് പറയുന്നത് 16 മണിക്കൂറിൽ ആ ചർച്ചയ്ക്കൊടുവില്. ഏതായാലും അതിനു മുമ്പ് ധൻഖർ വിഷയം കുറച്ച് ദിവസം കത്തിക്കുക, പാർലമെന്റ് കലക്കുക, ബഹിഷ്കരിക്കുക. അതിനുശേഷം കിട്ടുന്ന സമയത്ത് ഇതാണ്. പിന്നെ ഇനിയിപ്പോ ഉപരാഷ്ട്രപതിയെ ചൊല്ലി നമുക്ക് വാർത്തകൾ ചമയ്ക്കാം. കോൺഗ്രസും സ്ഥാനാർത്ഥി നിർത്തുന്നുണ്ട്, പ്രതിപക്ഷം ഇന്ത്യ മുന്നണിയും ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പോരാട്ടം കടുക്കുന്നു, ആരിങ്ങോട്ട് ചാടുന്നു, ആരങ്ങോട്ട് ചാടുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചർച്ചകളും വാർത്തകളൊക്കെ നടത്താൻ പറ്റും.